ഹലോ നമസ്കാരം. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ രേണുവിന്റെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, സജിനയും മറ്റേ ശ്രീതുവും. അവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പം എന്റെ അടുത്ത് പിന്നെ കമന്റ് ബോക്സിൽ ഒരു ചേച്ചി ചോദിച്ചു, മോളെ അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ വീഡിയോ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ കമന്റ് ഇടുന്ന എല്ലാവർക്കും വേണ്ടി, എസ്പെഷ്യലി ഈ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ച ആ ചേച്ചിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ ശ്രീതുവിനോടും അതുപോലെ തന്നെ നമ്മുടെ സജിന എന്ന് പറയുന്ന ചേച്ചിയോടും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, പൊക്കണമുണ്ടോ, ബോധമുണ്ടോ, നിങ്ങൾ സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങളൊരു വീഡിയോ എടുത്ത് അത് എയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിന്റെ അടുത്തോ നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തോ നിങ്ങളുടെ വീട്ടിലോ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവരെ കേൾപ്പിക്കുക, എന്നിട്ട് എയർ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഞാൻ ഫുള്ള് കാണേണ്ടി വന്നു, കാരണം ഇത് റിയാക്ഷൻ ചെയ്യാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുടെ ചേർത്ത് എന്തൊക്കെയോ സെന്റൻസ് പറഞ്ഞതായിട്ടാണ് തോന്നിയത്. ഈ വീഡിയോ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കണക്കാക്കുക. അപ്പൊ അതിനു മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ശ്രീതുവിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ശ്രീതു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. രേണുവിനെ സപ്പോർട്ട് ചെയ്തേക്കാം, പക്ഷെ ബാക്കി കുറച്ച് പേരുണ്ട് നിന്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ശരിക്കും എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇതിന് എന്ത് അലിഗേഷൻസ് പബ്ലിക്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനി എന്ത് വരുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് നീ ഒരു വീഡിയോ ഇട്ടത്? എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് സഹതാപം തോന്നി. ഒന്ന് എനിക്ക് നല്ല എനിക്ക് ചിരിയും വരുന്നുണ്ട്. എടാ, എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ്? ഒന്നുമില്ലാതെ ഒരു അലിഗേഷൻസ്. ഇനി ഇൻകേസ് ഒരു പീഡന കേസ് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ ആരെങ്കിലും കൊണ്ടൊരു പീഡന കേസിന് പരാതി കൊടുത്താലും ചുമ്മാ അയാൾ കൊടുക്കുന്ന പരാതിക്ക് ഈ പറയുന്ന കേസ് കാര്യങ്ങളൊന്നും എടുക്കൂല. അതിന് ബാക്കി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ എന്തിനാണ് മോനെ ചുമ്മാ വന്നിരുന്നത് ഇങ്ങനെ നിന്റെ വില തന്നെ കളയുന്നത്? ഇന്നത്തെ കണ്ടന്റ്, ഇന്നത്തെ ഇനി 2-3 ദിവസത്തേക്കുള്ള കണ്ടന്റ് എന്തായാലും എല്ലാവർക്കും ആയി. നീ പേടിച്ചിട്ടായിരിക്കും മേ ബി, അയ്യോ ഞാൻ രേണുവിനെതിരെ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടല്ലോ, ചിലപ്പോ മേ ബി. അപ്പം ഈ ചേച്ചി പറയുന്നത്, ഈ ചേച്ചിക്ക് ഇത് കണ്ടപ്പോ ചിരി വന്നു, ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്കും ചിരി വന്നു. പിന്നെ ആദ്യം തന്നെ ഇവര് പറയുന്നത് കിച്ചുവിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന്. എന്നാ പിന്നെ കിച്ചുവിന്റെ അടുത്ത് പോയി സംസാരിച്ചാൽ പോരെ, എന്തിനാ വീഡിയോ ഇട്ട് കാണിക്കുന്നത്? ഇത് കണ്ടന്റ് ആണ്. അവൻ സമൂഹത്തിലേക്ക് കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നതാണ് ചേച്ചിക്ക് സങ്കടം. നിങ്ങൾ കണ്ടന്റ് ഇട്ട് തരുന്നത് നിങ്ങൾക്ക് സങ്കടമല്ല. ഇനി പോരാഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാരി ഇട്ട് തരുന്ന കുലിസുന്ന കണ്ടന്റും നിങ്ങൾക്ക് കുഴപ്പമില്ല. അവൻ വല്ലതും പറഞ്ഞാലാണ് നിങ്ങൾക്ക് കുഴപ്പം. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് പേടിക്കുന്നത്, ഒരു അലിഗേഷൻ ഇതുപോലെ പീഡന കഥ വന്നാൽ ഉടനെ അങ്ങ് അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ഒരാള് പീഡന പരാതിയായിട്ട് ഒരു പെൺകുട്ടി പോയി, അത് അപ്പൊ തന്നെ FIR ഇട്ട അറസ്റ്റ് ചെയ്യും, എന്നിട്ട് റിമാൻഡിൽ വിടും. റിമാൻഡിൽ വിട്ടിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അല്ലാതെ അവന്റെ ഭൂമിശാസ്ത്രവും അവന്റെ ജോഗ്രഫിയും അവന്റെ ബയോളജിയും അവന്റെ സ്കൂളിലെ TC അവന്റെ ബാക്കിയുള്ള എല്ലാ ജാതകവും ഗ്രഹനിലയും വച്ച് ആലോചിച്ചിട്ടല്ല ചേച്ചി അവൻ അറസ്റ്റ് ചെയ്യുന്നത്. ചേച്ചി ചിലപ്പോ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, ബുദ്ധിയുള്ളവർ അങ്ങനെയല്ല. പിന്നെ അവൻ ഈ അലിഗേഷൻസ് പറയും, കാരണം നിങ്ങൾ ഉൾപ്പെടെയുള്ളവര് കള്ളക്കഥ ഉണ്ടാക്കിയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണു വണ്ടിയിൽ കയറി സുധിച്ചേട്ടനെ കാണാൻ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ അത് പറഞ്ഞിട്ടേ ഇല്ല അമ്മ പോയെന്ന്. നിങ്ങൾ അതിനെടുത്ത് വെച്ച് കണ്ടന്റ് ആക്കി ചെയ്തു, കള്ളക്കഥ ഉണ്ടാക്കി ചെയ്തു. അപ്പൊ സ്വാഭാവികമായും എന്ത് അലിഗേഷനും വരും. അവന്റെ വായിൽ ചിലപ്പോ പീഡനം എന്ന് പറഞ്ഞ കാര്യമായിരിക്കാം വന്നത്. ചിലപ്പോ അവൻ പറയുവാണ് പീഡനമല്ല, എന്നെ ചിലപ്പോ എല്ലാരും കൂടി അടിച്ചേക്കാം, അടിക്കാൻ ആളിനെ വിടാം. നിങ്ങൾ അതും പറയും, എന്താ മോനെ അങ്ങനെ പറഞ്ഞത്, നിനക്ക് അങ്ങനെ പേടിയുണ്ടോ, അങ്ങനെ അടിക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത കാര്യം കേൾക്കാം. നീ ഒരു മുൻകൂർ ജാമ്യം ചെയ്തതാണ്, പക്ഷെ അവിടെയാണ് നീയും രേണുവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? നീയും രേണുവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. നീ ആദ്യം ഒരു വീഡിയോ ഇട്ടു, ആ ഒരു വീഡിയോയിൽ നിന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് വന്നു. അതുപോലെ സെയിം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് വന്നു. നിന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി കുറേ പേര് വന്നു, രേണുവിനെ നെഗറ്റീവ് പറയാൻ വേണ്ടി കുറേ പേര് വന്നു. പക്ഷെ ഇതിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ബാധിക്കപ്പെട്ട മറ്റൊരാളുണ്ട്. ആരെന്നറിയാമോ? നിന്റെ അച്ഛൻ. മരിച്ച നിന്റെ അച്ഛന് നല്ല രീതിയിൽ നെഗറ്റീവ് ഇമേജ് ആ ഒരു ഒറ്റ നിന്റെ വീഡിയോയിൽ നിന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നീ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിരുന്ന് കാണുക. യൂട്യൂബിൽ എല്ലാവരുടെയും വീഡിയോസ് എടുത്ത് നോക്കുക. സുധി എന്ന് പറയുന്ന കലാകാരന്റെ ജീവിത ചരിത്രവും അദ്ദേഹം അങ്ങനെ വളരെ മാന്യനൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കേസൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നീ ആയിട്ട് കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇട്ട് കൊടുത്ത സാധനമാണ്. നീ അദ്ദേഹത്തിന്റെ മകനല്ലേ ഒന്നുമില്ലെങ്കിൽ. കാരണം ഇത്രയും ലോ കേസ് ഈ രേണു സുധി എന്ന് പറയുന്ന, സുധി കിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ ഫാമിലിയുടെ കണ്ടന്റുകൾ ഇങ്ങനെ ഓടുമ്പോൾ നീ ഇങ്ങനെ പബ്ലിക്കിൽ ഇട്ടു. നീ ഇനി ഞാൻ ആദ്യം തന്നെ ചേച്ചിയോട് രണ്ടാമതായിട്ടൊരു കാര്യം പറയാം. ചേച്ചി പോയി ആദ്യം അവന്റെ വീഡിയോ ഒന്ന് കാണും. അവൻ കണ്ടിട്ട് തന്നെയാണ് ഇട്ടത്, അതുകൊണ്ടാണ് അവൻ ഡിലീറ്റ് ചെയ്യാതെ ഇടുന്നത്. ചേച്ചി ആദ്യം പോയി കാണും. പിന്നെ ഇതിൽ ഇവര് പറയുന്നുണ്ട്
നിനക്ക് കുറെ പോസിറ്റീവ് കമന്റ്സ് വന്നു, രേണുവിന് കുറെ പോസിറ്റീവ് കമന്റ്സ് വന്നു. ഞാൻ രേണുവിന് എങ്ങും പോസിറ്റീവ് കമന്റ്സ് വരുന്നത് കണ്ടില്ല. എന്റെ കമന്റ് ബോക്സിൽ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് കിച്ചുവിനാണ്. ഒരു നെഗറ്റീവ് കമന്റ്സ് പോലും ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ വന്നിട്ടില്ല. ഏകദേശം ഒരു 25K മേളിൽ വ്യൂസ് പോയ വീഡിയോയാണ്. ഒരു കമന്റ്സും വന്നിട്ടില്ല രേണുവിന് സപ്പോർട്ടായിട്ട്. ഇനി കിച്ചുവിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കി, ആ കുട്ടിക്ക് അത്രയും പോസിറ്റീവ് കമന്റ്സ് ആണ്. ഞാൻ നെഗറ്റീവ് കമന്റ്സ് എന്റെ കണ്ണിൽ നോക്കിയ സ്ഥലം വരെ കണ്ടില്ല. പിന്നെ എവിടെയാ രേണുവിന് പോസിറ്റീവ് കമന്റ്സ്? പോസിറ്റീവ് കമന്റ്സ് കണ്ട് മനസ്സിൽ നിറഞ്ഞാണോ ഇരുന്ന് കരഞ്ഞത്? എനിക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ വലിയ അപരാധം ചെയ്ത്. എന്തിനാ ചേച്ചി കിടന്ന് പട്ടി മോങ്ങം കണക്ക് കിടന്ന് മോങ്ങിയത്? കണ്ടില്ലായിരുന്നോ? ആദ്യം പോയി ചേച്ചി കിച്ചുവിന്റെ വീഡിയോയും കാണ്, എന്നിട്ട് ചേച്ചിയുടെ കൂട്ടുകാരി പറഞ്ഞതും കൂടെ കേക്ക്. ഇനി രണ്ടാമത് ചേച്ചി പറഞ്ഞത് ഇതിന്റെ ഇടയിൽ പെട്ടുപോയത് അവന്റെ അച്ഛനാണ്. എങ്ങനെ? എപ്പോൾ? ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. എന്നിട്ട് വേണം അവന്റെ അച്ഛനെ സമൂഹത്തിലേക്ക് അവൻ വലിച്ച് കീറി ഇട്ടു കൊടുത്തു എന്ന്. എന്റെ പൊന്നു ചേച്ചി, അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ റൂം അടച്ച് 3 വർഷം ഇരുന്നപ്പോ ആ റൂമിൽ ഫുഡ് കൊണ്ട് കൊടുത്തത് അവന്റെ അച്ഛനാണ്. അവിടെ എവിടെയാണ് അവന്റെ അച്ഛൻ മോശക്കാരനാകുന്നത്? 2, അവനും അവന്റെ അച്ഛനും തമ്മിൽ കൊച്ചിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് കാര്യം വിളിച്ചു പറയാനും അവന്റെ അച്ഛനോട് അവന് പറ്റുമായിരുന്നു. അവന്റെ ഏറ്റവും വലിയ നഷ്ടം അതാണ്. അവൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, എനിക്കെന്തോ എന്റെ അച്ഛനോട് പറയാമായിരുന്നു. ഇനി അങ്ങനെ ഒരാളില്ല. അവിടെ എവിടെയാണ് ചേച്ചി അവന്റെ അച്ഛൻ അവന് മോശക്കാരനാവുന്നത്? അവന്റെ അച്ഛനും അവന്റെ അമ്മമാരും തമ്മിലുള്ള വഴക്കാണ് അവന്റെ ലൈഫ്. അവന്റെ ലൈഫ് സ്റ്റോറിയാണ് പെണ്ണുപിള്ളയെ പറഞ്ഞത്. അപ്പൊ അവന് അതേ പറയാനുള്ളൂ. എന്നിട്ട് പോലും അവന്റെ അച്ഛനെ മോശക്കാരനാക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരി സമൂഹത്തിന് വലിച്ചെടുത്ത് ആ സുധിച്ചേട്ടനെ മരിച്ചു കഴിഞ്ഞിട്ട് പരലോകത്ത് പോലും ഒരു സമാധാനം കൊടുക്കാതെ വലിച്ച് കീറിയിട്ടതിന്റെ 1% പോലും അവൻ പറയുന്നില്ല. എന്നിട്ടും അവന്റെ അച്ഛനെ നല്ലതാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം പോയി കാണി. എനിക്ക് തോന്നുന്നു ശിലായുഗത്തിലെ ആരുടെയോ വീഡിയോ കിച്ചുവിന്റെ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. എനിക്കല്ലാതെ വേറെ കിച്ചുവിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവർ റിയാക്ട് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കഷ്ടമാണ് കിച്ചു, ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഞാനൊരു കാര്യം പറയാം. അത് നീ അന്ന് ആ ഒരു വീഡിയോ ഇട്ടു. ആ ഒരു വീഡിയോക്കെതിരെ രേണു നിനക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ? നിനക്കെതിരെ വാ തുറന്ന് ഒന്നും പറഞ്ഞില്ല. രേണു കരഞ്ഞിട്ട് 2 വീഡിയോ ഇട്ടു. അതിനുശേഷം വന്ന സ്ക്രീൻഷോട്ട്, അതായത് ക്യാഷ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞ സാധനം മാത്രമേ രേണുവിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, ചോദിച്ച് മേടിച്ചതാണ്. അത് നിന്നെ തളർത്താനോ ഈ പബ്ലിക്കിൽ നിന്നെ മോശക്കാരനായിട്ട് ആക്കാനോ ഒന്നിനും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നീ ഇട്ട ലൈവിന് ഇപ്പൊ എന്തോ പറഞ്ഞത്? രേണു എന്തെങ്കിലും ചെയ്തോന്ന് കണ്ടില്ലായിരുന്നോ? രേണുവിന്റെ സ്റ്റോറികൾ. രേണു ഇങ്ങനെ നടുക്കിരിക്കും. ഈ ഗ്രഹങ്ങൾ കറങ്ങും പോലെ സ്റ്റോറികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കിച്ചുവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ സ്റ്റോറി ഇടും, കിച്ചുവിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ സ്റ്റോറി ഇടും. ഇതൊക്കെ അല്ലേ ചേച്ചി സിഗ്നൽ അല്ല അവള് പറഞ്ഞതിന് തുല്യം. അവളിനി വാ കൊണ്ട് പൊഴിയണോ? അവള് ഇവനെ വളരെയധികം നെഗറ്റീവാക്കി പറഞ്ഞതിന് തുല്യമാണ് നിങ്ങൾ പറഞ്ഞ ആ വില നിലവാര പട്ടിക എടുത്തങ്ങ് ഇട്ടത്. നിങ്ങൾ പറയുന്നു, നിങ്ങൾ ചോദിച്ചിട്ടാണ്. നാണമുണ്ടോ? നിങ്ങളുടെ മകനോ മകൾക്കോ ആണ് നിങ്ങൾ ആരെങ്കിലും ചെലവിന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ എടുത്തു വെച്ച് അതിടോ? ബുദ്ധിയുള്ള ഒരു അമ്മയാണ്, സ്നേഹമുള്ള ഒരു അമ്മയാണെങ്കിൽ പറയും കൊടുത്തിട്ടുള്ള കണക്ക് എനിക്കും അവനും അറിയാം. എനിക്ക് ആരെ ബോധിപ്പിക്കണ്ട, എന്തിന് ഞാനിനി ബോധിപ്പിക്കണം? ഒന്നാമത് എനിക്ക് നെഗറ്റീവ്, ഇനി അതും കൂടെ വയ്യെന്നും പറഞ്ഞ് തടി തപ്പി പോവേ ഉള്ളൂ. രേണുവിനെ സംബന്ധിച്ച് തടി തപ്പി പോവേ ഉള്ളൂ. സ്നേഹമുള്ള അമ്മമാരത് മൈൻഡ് ചെയ്യത്തേ ഇല്ല. ഒന്നും പറഞ്ഞില്ലേ രേണു എന്താ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത്? കണ്ടായിരുന്നല്ലോ 2 കരച്ചില് വീഡിയോ. എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. ഇത് രേണുവിന് പറ്റിപ്പോയി. രേണു പ്രതീക്ഷിക്കാതെ രേണുവിന്റെ പത്തിക്കടിച്ച് അവിടെ ഇരുത്തി. ഇത് രേണു വന്ന് എപ്പോഴെങ്കിലും പറയുമെന്ന് എല്ലാരും പ്രതീക്ഷിച്ചു. പക്ഷെ അതിന് രേണുവിനൊരു സാഹചര്യം ആ കൊച്ചു കൊടുത്തില്ല. രേണുവിനെക്കാട്ടി വെപ്രാണോ ആണല്ലോ നിങ്ങൾക്ക് രേണുവിനെ വെളുപ്പിക്കാൻ. എന്ത് പറ്റി? ഇതല്ലേ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, നിങ്ങൾ ആരെയും പേര് പറഞ്ഞില്ല. കുറച്ചും കൂടെ ഇങ്ങനെ തള്ളേണ്ടി വരും രേണുവിന്റെ ഹൃദയത്തിലോട്ട് കയറാൻ. പെണ്ണുപിള്ളെ നിങ്ങളെ എനിക്ക് അറിഞ്ഞുപോലും കൂടാ, എന്റെ വലിയ ഫ്രണ്ട് വരെന്ന് പറഞ്ഞു ഒറ്റ ചവിട്ടിൽ കളഞ്ഞതാണ്. എന്നിട്ടും ഉളുപ്പില്ലാതെ വന്നിരുന്ന് സംസാരിക്കുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. അടുത്ത വീഡിയോ ആണ്. രേണുസുതി സബ്സ്ക്രിപ്ഷനിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിന് മുന്നേ പബ്ലിക്കിലും വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും എല്ലാ കാര്യങ്ങളും. അതിൽ നിന്നും അപ്പുറത്ത് ഈ പറയുന്ന രേണു തുണി മൊത്തത്തിൽ വലിയ ചൂരിയോ മൊത്തത്തിൽ അഴിച്ചു കളഞ്ഞോ സബ്സ്ക്രിപ്ഷനിൽ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് അപ്പോൾ ഇതിന് മുന്നേ, അത് ഈ 2 ലൈവിന് മുന്നേ നീ ഒരു ലൈവിൽ വന്നപ്പോൾ നീ പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം, ഞാൻ ഒരിക്കലും അമ്മ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് ഞാൻ പറയാറില്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും മാനസിക വിഷമം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക്
ഓപ്പണായിട്ട് പറയാം രേണുവിന്റെ അടുത്ത്, അമ്മ ഇത് എനിക്ക് എന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാക്കുന്നു. അതിന് അവൻ പറഞ്ഞോ, എന്റെ അമ്മ തുണി ഊരി കളഞ്ഞത് കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് അവൻ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ ഈ പറയും പോലെ അവന്റെ അമ്മയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവന് സംസാരിക്കാൻ ഒരു താല്പര്യവും കാണില്ല. പക്ഷെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോ അവന്റെ അഭിപ്രായം മാറി. അവൻ 21 വയസ്സുള്ള മനുഷ്യനാണ്, പുരുഷനാണ് കേട്ടോ. നിങ്ങളുടെ ആ കൂട്ടുകാരി പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, അവൻ 10, 20, 21 വയസ്സായ ഒരു മനുഷ്യനാണ്, അവനെ നിർബന്ധിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്. അവന്റെ ചിന്താഗതികൾ മാറിക്കാണും. അവന്റെ കൂട്ടുകാരന്റെ അമ്മ ചോദിക്കുമ്പോ അവൻ അത് പറയേണ്ടി വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ പറഞ്ഞ എന്താ സബ്സ്ക്രിപ്ഷനിൽ കൂടുതലല്ലാതെ അവള് മറ്റെടുത്ത് തുണി സബ്സ്ക്രിപ്ഷനിൽ അതിൽ കൂടുതൽ വല്ലതും കാണിക്കുന്നുണ്ടോന്ന്? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് എന്തിനാ? അവൾ എന്തൊക്കെയാണ് അതിൽ കാണിക്കുന്നതെന്ന് കാണാൻ. നിങ്ങൾ പറഞ്ഞത് എന്താ? എന്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കാൻ. എന്തിന്? അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ കൂടുതൽ കാണിക്കുന്നില്ലെന്ന്? അവൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് കാണത്തില്ല, അവൻ അറിയാൻ വേണ്ടായിരിക്കും അവരെന്താണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ് ഉമ്മ എന്ന് പറയുമ്പം ഞങ്ങൾ അവളുടെ മുഖഭാവം അല്ല ചേച്ചി, ആ വീഡിയോ പുറത്തോട്ട് വരുന്നുണ്ട്, ഞങ്ങളും കാണുന്നുണ്ട്. ഇതെല്ലാത്തിലും ഒന്നാ. എന്നിട്ടാ ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് കാണാനാ പൈസ കൊടുത്ത് പോയി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന്. ഞങ്ങൾക്കും ഉണ്ടാകും ഡൗട്ട് ആ വീഡിയോകൾ പുറത്തോട്ട് വരുമ്പോ. പിന്നെ ഇത് ചേച്ചിക്കുള്ള വക, കാരണം നീ ചെറുതാണ്, നീ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ ആരെങ്കിലും ഒക്കെ കൊണ്ട് കാണിച്ചിട്ട് ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഇതിന്റെ കുറച്ച് മുന്തിയനുണ്ട്. സജിന എന്ന് പറയണ ആ ഒരു ചേച്ചി കുറെ ആപ്തവാക്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ ചേച്ചിയുടെ വാക്കുകളിലേക്ക് പോകാം. അതെ അതെ, നല്ല വൃത്തിയാണ്, മനസ്സിലായി മോനെ. അപ്പം ഞാൻ ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് ആദ്യമേ ഇവൻ വന്ന് പറയുന്നു ഞാൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു. അത് അവൻ്റെ ഒരു ഫോൾട്ട്, കാരണം അവൻ്റെ ഒരു ദുശീലം അവൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ ഇവൻ ഇത് പറയുന്നതിന് മുന്നേ തന്നെ പല മീഡിയക്കാരും പല ചാനലുകാരും പല ബ്ലോഗർമാരും എടുത്ത് ഇവനെ കുടഞ്ഞ് അലക്കി വിരിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്, അശയിലിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവൻ മുൻകൂട്ടി അങ്ങ് പറയുന്നു ഞാൻ ഇതിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു. അപ്പം അവൻ്റെ ഭാഗം ക്ലിയറായി, അവനവിടെ നല്ലോണം വെളുത്തു. ഇപ്പോൾ രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നിരിക്കുന്നു, ഇനി വേണമെങ്കിൽ വരാം, ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന്. അങ്ങനെ വരാനുണ്ടോ കിച്ചു? ഇതിപ്പോൾ നീ മുൻകൂർ ജാമ്യം എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ നീ ഒരുപാട് സൂക്ഷിക്കേണ്ടുന്നതും നിനക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്ത ആൻറ്റി പറയാം. അതല്ല, നീ ഈ പറഞ്ഞ രീതിക്ക് ആരെങ്കിലും മുന്നോട്ട് വരാനുണ്ടെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യം കൂടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ചുമ്മാ വന്നിട്ട് എന്നെ അവൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരുമോ? ഒരിക്കലും ഇല്ല. ഒരു പെണ്ണ് മുതിർന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ അതിന്റെ ഫുൾ എവിഡൻസ് അവളുടെ കയ്യിൽ ഉണ്ടായിട്ടായിരിക്കും വരാൻ. ഇനി ആന്റിയോടെ നിൽക്കുക. ആന്റിയുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ആന്റി എന്തോ ആദ്യം പറഞ്ഞത് അവന്റെ ഫോൾട്ട് അവൻ വിളിച്ചു പറഞ്ഞു. അതിനു മുന്നേ ആൾക്കാർ പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. അവൻ ഇതിന് പ്രതികരിക്കാത്തപ്പോഴും അവന്റെ അമ്മയുടെ കാര്യങ്ങൾ വന്നപ്പോഴും അവനും കൂടി ബന്ധമുള്ള കാര്യങ്ങൾ വരുമ്പോ ആൾക്കാർ അത് എടുത്തു വെച്ച് പറയും. പിന്നെ അവന്റെ കുട്ടിക്കാലം പറയുമ്പോ അവന് നല്ല കാലം ഇല്ല പറയാൻ. അവൻ ഈ ഡ്രഗ്സിന് അടിമ എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അത് അവൻ പറഞ്ഞത് ലഹരിക്ക് അടിമ. അത് എന്ത് ലഹരിയാണെന്ന് അറിയില്ല. അത് ബീഡി വലിയാകാം, മറ്റെന്താണ് നമ്മുടെ ഈ ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ആവാം, കഞ്ചാവാവാം. അവ ആ ലഹരി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. മദ്യപാനം വരെ ആകാം. അതെന്താ അവന്റെ അവസ്ഥയാണ്. അവന്റെ അച്ഛനും അമ്മയും അവന് കൊടുത്ത അവസ്ഥയാണ്. അവൻ അച്ഛനും അമ്മയും നല്ലതായിട്ട് നോക്കിയിരുന്നെങ്കിൽ അവൻ ആ അവസ്ഥ വരുമായിരുന്നു എന്റെ പൊന്നു ചേച്ചി. തീർച്ചയായിട്ടുമാണ്. ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാലോ. ഇനി അങ്ങനത്തെ വല്ല കാരണങ്ങളോ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും അവൻ അലക്കി അശേലി വിരിക്കാലോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഇനി അങ്ങനെ അല്ലെങ്കിൽ അവന്റെ കൂടെ എല്ലാരും നിൽക്കും. അവനെ അവന്റെ അമ്മയെ അറിയാവൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് ദേഷ്യം വരുമ്പോ പറയുന്നതെന്ന് അവനെ അറിയാം. അവന്റെ അച്ഛനൂടെ വഴക്കൂടിയപ്പോ അവൻ കേട്ടിട്ടില്ലേ? അവന്റെ കൂടെ വഴക്കൂടുമ്പോ അവൻ അറിയില്ല എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന്. പിന്നെ ചേച്ചി എന്താ പറഞ്ഞത്? പീഡന പരാതിയുമായിട്ട് ആരെങ്കിലും വരും. എത്രയോ പെൺകുട്ടികൾ വ്യാജ പരാതിയായിട്ട് വരുന്നു. പണ്ട് ഈ മുകേഷ് ഏട്ടൻ പീഡിപ്പിച്ചു, മറ്റേ ജയസൂര്യ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് വന്ന് ആ ചേച്ചിയൊക്കെ എവിടെ? ആ ചേച്ചിക്കൊക്കെ നീതി കിട്ടിയോ? ആ ചേച്ചിയൊക്കെ ഓരോ വാർത്താ ചാനലുകാർ പൊളിച്ചെടുക്കുന്ന ന്യൂസ് നമ്മൾ കണ്ടതാണല്ലോ. ചേച്ചി വ്യാജ പരാതിയായിട്ട് വരാം, യഥാർത്ഥ പരാതിയായിട്ടും വരാം. അങ്ങനെ രണ്ടും ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെയാണ് കള്ളത്തരത്തിലുള്ള വാർത്തകളാണ്, ആ കിച്ചു പറഞ്ഞ വാർത്തകളാണ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അവന്റെ വായിന്ന് വന്നതായിരിക്കാം. അങ്ങനെ വരാം എന്നാണ് പറഞ്ഞത്. വരട്ടെ, വരുമ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് അവനെ അലക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് പിടിക്കാം. ചേച്ചി ഒന്ന് സമാധാനിക്കും. നിന്റെ ലൈഫിൽ നീ പറഞ്ഞ നമ്മളുടെ കാരണം പ്രസവിച്ചു എന്ന് പറയുന്നത് നല്ല തന്നെയാണ്. ഇനി എന്ത് കാരണമാണെങ്കിലും എന്ത് റീസണാണെങ്കിലും അവൾ 1.5 വയസ്സോടെ ഉപേക്ഷിച്ച് പോകാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അവൾ അത്ര ക്രൂവൽ മൈൻഡുള്ളായിട്ട് തന്നെയാണ്. അവൾ ഒരു പെറ്റമ്മയല്ല.
അങ്ങനെയുള്ള എന്തിനും നിനക്ക് ജന്മം തന്നു? അതാണ് ഒന്നാമത്തെ ചോദ്യം. അവളെക്കാളും വലിയ രണ്ടാമത് വന്നത് മൂന്നാമത് വന്നത് തോന്നുന്നു. അത് നിന്റെ അച്ഛൻ്റെ തെറ്റ്. മനസ്സിലായോ? നിന്നെ നോക്കാനാണ് ഇങ്ങനെ ഒരാൾ സെലക്ട് ചെയ്തെങ്കിൽ രണ്ടാമത് സെലക്ട് ചെയ്തെങ്കിലുള്ളതാണ്. 2 കുട്ടികളുള്ള വ്യക്തിയാണ് സെലക്ട് ചെയ്തത്. ആണോ? അവരും നിന്നെ നോക്കുന്നില്ല, നിനക്ക് പീഡനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പോ മൂന്നാമത് സെലക്ട് ചെയ്യുമ്പോൾ അത്തരത്തിൽ ഒന്ന് സെലക്ട് ചെയ്യണമായിരുന്നു. ഇതും ഫോൾട്ട് ആണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയാതെ പറയുന്നുണ്ട് എങ്കിലും ഞാൻ പറയുക, മൂന്നാമത് വന്ന് ഇവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ആരെന്ന് പറഞ്ഞാൽ മൂന്നാമത് വന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ നിനക്ക് 22 വയസ്സായി. ഇപ്പോഴല്ലേ ഇത്രയും തലയുടെ നിക്കി ചേച്ചി എന്തോ പറഞ്ഞത് ചേച്ചി? ആദ്യത്തെ അമ്മയാണ് ഫോൾട്ട്. അത് കറക്റ്റാണ് ചേച്ചി. 100 കാര്യം പറഞ്ഞാലും ഒരു കാര്യം കറക്റ്റായി. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നി പ്രസവിച്ച ഒരു അമ്മയ്ക്ക് ഒരു മകനെ എടുത്തിട്ടിട്ട് പോവാൻ പറ്റില്ല. എനിക്കും ഒരു മകനുള്ളതാണ്. എനിക്കും അവന് 24 മണിക്കൂറിൽ കുറെ സമയം കഴിഞ്ഞ് അവ എവിടെയെങ്കിലും കളിക്കാൻ പോയാലോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയാലോ ഞാൻ തിരക്കും. കാരണം നമുക്ക് ആർക്കും പറ്റത്തില്ല നമ്മുടെ കൊച്ചിനെ പിരിയാൻ. അവർ പോയത് 100% തെറ്റ് തന്നെയാണ്. അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇനി നിങ്ങൾ പറഞ്ഞ എന്താ, അവര് ജന്മം തന്നതാണ് നിനക്ക് വന്ന ഇതെന്ന്. അവരെന്തിന് നിനക്ക് ജന്മം തന്നു എന്ന് എവനെങ്ങനെ അറിയാം? എവനാണോ ഫോൺ വിളിച്ച് പറഞ്ഞത്, ഹലോ അച്ഛ അമ്മ എനിക്ക് നിങ്ങളെ വീട്ടിലൊന്ന് ജനിച്ചാൽ കൊള്ളാന്നുണ്ട്, ഒന്ന് എന്നെ ജനിപ്പിക്കുമെന്ന്? നിങ്ങൾ നിങ്ങളെ മക്കളോടൊക്കെ ചോദിച്ചിട്ടാണോ ജനിപ്പിച്ചത്? അവർക്ക് സന്തോഷമുള്ള ഒരു സമയത്ത് ഒരു കുട്ടി വേണമെന്ന് തോന്നി, അത് ജനിച്ചു. അത് ഈ കുട്ടിയുടെ കഷ്ടകാലത്തിന് ഈ കുട്ടിയായി പോയി, മുൻജന്മ പാവ എന്തോ. പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞത് ആ രണ്ടാമത്തെ അമ്മേ എവനെ നോക്കുന്ന കരുതി തന്നെയായിരിക്കും ആ ചേട്ടൻ ചെയ്തത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ്. മൂന്നാമത്തത് സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യണ്ടായിരുന്നോ? അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. എന്തിന്റെ ആവശ്യമായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്യാനെന്ന്? നിങ്ങൾ പറയുന്നു സുധിച്ചേട്ടനാണ് തെറ്റെന്ന്. നിങ്ങളുടെ കൂട്ടുകാരി ശ്രീതു പറയുന്നു സുധിച്ചേട്ടനെ സമൂഹത്തിലേക്ക് കിട്ടുകൊടുത്ത് തെറ്റ് കാണിച്ചത് കിച്ചുവാണെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആദ്യം ഒന്ന് തീരുമാനിക്കും. ഒരു സെന്റൻസ് പറയുമ്പോൾ ഞാനിത് പറയാം നീ അത് പറയും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൂടി ആലോചിച്ചിട്ട് ചെയ്യും. ഇതിൽ നമ്മൾ ഏത് വിശ്വസിക്കണം? നിങ്ങൾ രണ്ടുപേരെ വീഡിയോയും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്ത് വിശ്വസിക്കണം? നിങ്ങൾ പറയണത് വിശ്വസിക്കണോ അതോ നിങ്ങളുടെ കൂട്ടുകാരി പറയണത് വിശ്വസിക്കുന്നോ? ഇവിടെ എന്തായാലും എന്റെ പൊന്നു ചേച്ചി, അവന്റെ അച്ഛനും മോശമാണ്, അവന്റെ അമ്മയും മോശമാണ്. പിന്നെ അവന്റെ ആദ്യത്തെ അമ്മ മരിച്ചുപോയി. അപ്പൊ അവനും കൂടുതൽ പറയത്തില്ല. 2.5 വയസ്സായ 3 വയസ്സായപ്പോ അവർ ഉപേക്ഷിച്ചു പോയി. അവ എന്ത് കൂടുതൽ പറയാനാണ്? പിന്നെ അവന് വന്ന ഒരമ്മമാരും അവന് നല്ലതായില്ല. അതിന് അവൻ എന്ത് ചെയ്യാൻ? അവൻ എന്താ നിങ്ങളുടെ കൂട്ടുകാരി അടിപൊളിയാണ് സൂപ്പറാണെന്നും പറഞ്ഞ് നടക്കണോ? ഇല്ല നിങ്ങളുടെ കൂട്ടുകാരി രാവിലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അജണ്ട തരും, ഇന്ന് എന്നെ പൊക്കി പറയുക. നിങ്ങൾ മറ്റേ പ്രേമ സിനിമയിൽ പോലെ ഊട്ടിയിൽ 15 ഏക്കറുണ്ട്, സബർജിയിൽ തോട്ടമുണ്ട്, അവൾ അടിപൊളിയാണ്, അവള് സൂപ്പറാണ്, അവൾ ഏറ്റവും നല്ലതാണെന്നും പറഞ്ഞ് നിങ്ങൾ പറയും. നിങ്ങൾ ആ ചുറ്റാകെയുള്ള ഒന്നും നോക്കൂല. അവൻ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? അവൻ വന്നിരുന്ന് പറയണമായിരുന്നോ എന്റെ അമ്മ അച്ഛനും എന്നെ ട്രിപ്പ് കൊണ്ടുപോകും, അവരുമായിട്ട് ഞാൻ അടിച്ചു പൊളിച്ചാണ് ജീവിച്ചതെന്ന് പറയണോ? അവനും അങ്ങനെ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കാണാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവനത് പറ്റില്ല. ഒന്ന് ക്ഷമിക്കേണ്ട ചേച്ചി. ഇനി നമുക്ക് കേൾക്കാം. അടുത്തതാണ് അടിപൊളി. ഇത്രയും തന്റെ ഇടവും ഇത്ര ആരോഗ്യം നിനക്കുണ്ടായില്ലേ? അതുവരെ അവള് ചേർത്ത് നിർത്തിയില്ലേ നിന്നെ? സ്വയം ചിന്തിക്ക്. ഇപ്പൊ ഈ ലോകത്ത് ഈ ഭൂമിയിൽ നിനക്ക് രക്തബന്ധം എന്ന് പറയാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അതായത് നിന്റെ അച്ഛനിൽ ജനിച്ച ഒരു ചോര, അതായത് ഋതപ്പൻ. മനസ്സിലായ? ഇനി ആ കുഞ്ഞിനെ കാണാനോ അവനുമായിട്ട് കൊണ്ടു ചെന്ന് റീൽസ് എടുത്ത് നിനക്ക് പിന്നെ വ്യൂ കൂട്ടാനോ അല്ലെങ്കിൽ റീച്ച് കൂട്ടാനോ നിനക്ക് പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്ര മാത്രം ഇങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞിനെ കാണാനെങ്കിലും നിനക്കിനി പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ആ നിന്റെ ലൈഫിൽ നിന്റെ ആകെ നിന്റെ രക്തബന്ധമാണത്. മനസ്സിലാക്കിക്കോണം. ഈ ഇരുന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നവരാരും നിന്റെ ലൈഫിലേക്ക് ഒരു ഉണ്ടയും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടുന്നത് റീച്ചും ഏണിങ്സും മാത്രമാണ്. അതിപ്പോൾ നീ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നു. രേണുസുതിയുടെ വളർത്തുമകൻ ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ ഹൈപ്പ്. നീ ഇവരിതൊന്നും അല്ല, നീ വെറും ഒരു സാധാരണ ചെറുക്കനായിരുന്നു. സുധിച്ചേട്ടൻ എന്റെ പൊന്നി ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി പറഞ്ഞോണ്ട് പോകുന്നത്? എടാ ഞാൻ ചെയ്യണോ? ദേഷ്യം വരണം കേട്ടോ. അതാണ് എന്തെന്നറിയാമോ എന്റെ പൊന്നി ചേച്ചി, ഋതപ്പൻ തന്നെയാണ് അവന്റെ രക്തബന്ധം. അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞു വരുന്നത് ഋതപ്പന്റെ കൂടെ ഫോട്ടോ ഇട്ട് ഹൈപ്പ് നേടാൻ പറ്റുമെന്ന്. എന്താ ഋതപ്പൻ എവിടെയാ സെലിബ്രിറ്റി? ഋതപ്പന്റെ കഷ്ടകാലമാ. ഇവനെ കൊല്ലം സുധീര മൂത്ത മോനാണ്. അവന്റെ ബ്ലഡിൽ തന്നെ ആ ഫെയിമും ആ സെലിബ്രിറ്റീസും എല്ലാം ഉണ്ട്. ഇനി ഋതപ്പന്റെ കഷ്ടകാലമാ. അവന്റെ അമ്മേരെ ഈ ഹൈപ്പ് വഴി അവൻ ഇനി അറിയപ്പെടാൻ പറ്റുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോ അവനും കൂടെ ഇതുപോലെ തിരിഞ്ഞോളൂ. അവനെന്തോ വല്ല സിനിമയിലെങ്ങാനും അഭിനയിച്ചോ? എന്റെ പൊന്നു ചേച്ചി, ഈ കൊല്ലം സുധി എന്ന് പറയുന്ന മകനായിട്ടാണ് കിച്ചു അറിയപ്പെടുന്നത്. ചേച്ചി എന്തോ പറഞ്ഞത്? ഇനി അവനെ കാണാൻ പറ്റൂലെന്ന് അറിഞ്ഞൂടാ. എന്തുകൊണ്ട്?
കിച്ചു വന്ന് വീഡിയോയിൽ പറഞ്ഞോ? 3 മാസം കഴിഞ്ഞ് കിച്ചു വന്ന് വീഡിയോയിൽ പറയട്ടെ എന്നെ കാണാൻ സമ്മതിക്കുന്നില്ല, അപ്പം നമുക്ക് ചർച്ച ചെയ്യാം. അവ ഇപ്പൊ എന്താ കാണാൻ പറ്റൂ ഇല്ലെന്ന് പോലും എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതൊരു സാധ്യതയാ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഭീഷണിയാണോ? അതോ നിങ്ങളൊക്കെ കൂടെ ഇരുന്നങ്ങ് തീരുമാനിച്ചോ ഇനി അനിയനെ കാണിക്കണ്ടെന്ന്? അവൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത് ഋതപ്പനെ കാണുമ്പോഴും, ഋതപ്പൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത് ഇവനെ കാണുമ്പോഴാണെന്നും അറിയാം. ഇനി നിങ്ങളുടെ കൂട്ടുകാരിയുടെ സ്വഭാവം വെച്ച് ആ വാശിക്ക് കാണിച്ചു കൊടുക്കൂലെന്നും അറിയാം. ഇനി അവന്റെ അനിയനെ കാണണമെങ്കിൽ അവിടുത്തെ പള്ളിയിൽ അച്ഛന്മാരെ ബന്ധപ്പെടുകയോ, അവിടുത്തെ കോർപ്പറേഷനാണോ പഞ്ചായത്താണോ എന്താണെന്ന് എനിക്കറിയില്ല, അവിടെയുള്ള മുതിർന്ന ആൾക്കാരെ ബന്ധപ്പെടുമ്പോൾ അവന് അത് കാണാനുള്ള അവസരം അവരുണ്ടാക്കും. ഇനി അങ്ങനെ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവന് നിയമപരമായിട്ട് പോവാം. അവൻ ഇനി ഒരു പോലീസ് സ്റ്റേഷനിലോ ചൈൽഡ് കെയറിലോ ചെന്ന് പറയുകയാണ് എന്റെ വളർത്തമ്മ എന്റെ അനുജനെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ വെച്ച് അവർ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ അതിനുള്ള വഴിയുണ്ടാക്കും. നിങ്ങളുടെ കൂട്ടുകാരി പോലീസോ ഈ അധികൃതരോ പറയുന്ന സ്ഥലത്ത് ആ ഋതപ്പനെ കൊണ്ട് നിർത്തി കാണിച്ചു കൊടുക്കേണ്ടി വരും. ചേച്ചികളാണ് ആ സാധ്യതയും കൂടി ആ കൊച്ചിനിട്ട് കൊടുക്കുന്നത്. പിന്നെ അവൻ ഒരുപാട് യൂട്യൂബേഴ്സിനെ പരിചയമുണ്ട്, അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. എനിക്കതൊന്നും കാണിച്ചു തരുന്നില്ല ചേട്ടാ, ഞാൻ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് അവന്റെ കൂടെ നിൽക്കും. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൈപ്പിലാണ് അവൻ നിൽക്കുന്നത്. അതുവരെ അവൻ സാധാരണക്കാരനായിരുന്നു. രേണുസുതിയാണോ ചേച്ചി സ്റ്റാർ മാജിക്കിൽ പോയത്? നിങ്ങളെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ നിങ്ങളുടെ ആ സുധിച്ചേട്ടൻ പണ്ട് കലാകാരനായിരുന്നു. രേണുസുതിയെ കല്യാണം കഴിച്ചത് കൊണ്ട് രേണുസുതിയാണ് കുടുംബം പുലർത്തിയതെന്ന്. സുധിച്ചേട്ടൻ പാത്രവും കഴുകി കഞ്ഞിയും കറിയും വെച്ച് മക്കളെ വീട്ടിലിരുന്ന് നോക്കി ആ ഒരു പ്രോഗ്രാമില് രേണു പോയി ഹൈപ്പൊക്കെ നേടിയിട്ടാ വന്നതെന്ന്. എന്ത് പൊട്ടത്തരോ ചേച്ചി. നിങ്ങളുടെ കൂട്ടുകാരിയാണ് എന്റെ സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറഞ്ഞു പോകുന്നത്. ഇനി ലക്ഷ്മി നക്ഷത്ര എന്താ രേണുവിന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണോ? ലക്ഷ്മി നക്ഷത്രയൊക്കെ സുധിച്ചേട്ടൻ വഴിയല്ലേ ആ വീട്ടിൽ വന്ന ഇവരെ കണ്ടത്. സുധിച്ചേട്ടനോടുള്ള ഒരു കമ്മിറ്റ്മെന്റിലാ കണ്ടത്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ബൈറ്റ് ഞാൻ കേട്ടു, പറഞ്ഞു സുധിച്ചേട്ടനായിരുന്നു ആ ഫ്ലോറിൽ സത്യസന്ധനായിട്ടുള്ള ഒരാള്, അദ്ദേഹത്തിനോടാണ് എനിക്ക് ബഹുമാനവും ഇഷ്ടമെന്ന്, അല്ലാതെ നിങ്ങളെ രേണുകുണിയുടെ കൂടെ അല്ല. കേട്ടാ? എന്താ ചേച്ചി പറഞ്ഞ് ആവേശം കയറി അങ്ങ് പോവുകയാണല്ലോ. ചേച്ചി പൊട്ടത്തിയായിരിക്കും, ഇതൊന്നും ചിന്തിക്കാതെ ആയിരിക്കും. കാണുന്ന പ്രേക്ഷകർ പൊട്ടരല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സ്ത്രീ പറഞ്ഞത് എങ്ങോട്ടാ കയറി പോണമെന്ന് നോക്കിയതും എനിക്ക് ഈ ഒരു സെന്റൻസ് ആണ്, ഈ ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം കളഞ്ഞു പോട്ടെ, വിവരമില്ലായ്മ അലങ്കാരം ആക്കി പറയുന്നതാണ്. ഇതാണ് എനിക്ക് ദേഷ്യം വന്നത്. ആ അനിയനെ കാണാൻ പറ്റില്ല. ഭീഷണിയാണോ? ഇനി അവന് നിങ്ങളെ പേരിലും കേസ് കൊടുക്കാം. അമ്മയുടെ ഫ്രണ്ടിന്റെ ചാനലിൽ കൂടി അവരും ഈ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു എന്നും പറഞ്ഞ് ഈ വീഡിയോ സേവ് ചെയ്തിട്ടാൽ നിങ്ങളും കൊടുക്കും. നിങ്ങളൊക്കെ തന്നെയാണ് അവന് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവ അതിനുള്ള മാർഗം നോക്കും. നിങ്ങളൊക്കെ പറയുന്നത് കൊണ്ട്. കാരണം എന്ന് രേണുസുതിയായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഉള്ളതല്ലേ? എന്തൊക്കെ ആൾക്കാരാടേ. പൈസ അയച്ചു തന്നു. അവളെ സ്റ്റേറ്റ്മെന്റ് നിനക്ക് ഇട്ട് തന്നത് നിന്നെ ഇൻസൾട്ട് ചെയ്യാനല്ല, ഞാൻ നിർബന്ധിച്ച് ചോദിച്ചിട്ടാണ്. കാരണം ലാസ്റ്റ് ഏത് ദിവസത്തിലാണ് അവൻ നിന്നെ കോൺടാക്ട് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് ഞാനാണ് ഫസ്റ്റ് ഇട്ടത്. ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടത്. അപ്പോൾ നിനക്ക് പെട്ടെന്നൊരു തിരിമറി ഉണ്ടായി, ഇങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടായത് എന്താണെന്ന് അറിയണമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനതിട്ടത്. അല്ലാതെ നിനക്ക് ഇത്ര പൈസ തന്നു 7,000 രൂപ വന്നിട്ടുണ്ട്, 8,000 രൂപ വന്നിട്ടുണ്ട്, 10,000 രൂപ നിനക്ക് അയച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. അല്ലാതെ 500, 250 ഒന്നും അല്ല, അതുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിന്നെ ഇൻസൾട്ട് ചെയ്ത് നീ കരുതാൻ വേണ്ട. നിന്റെ അമ്മയെടുത്ത് നീ ചോദിച്ച് മേടിക്കുവാണ്. അത് നിനക്ക് ഇനിയും ചെയ്യാം, ഇനിയും നടക്കും. പക്ഷേ ഇനി അവിടെ നിങ്ങോട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നോ അതൊക്കെ നിങ്ങൾ തമ്മിൽ ഒരു കസര ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുക. മൂന്നാമത്തെ ഒരാളെ പിടിച്ച് നടുക്കിരുത്തിയാൽ ഈ ബന്ധം. ആ മൂന്നാമതായിട്ട് ചേച്ചി പോവരുതേ എന്നുള്ളൊരു ഇതേ എനിക്കുള്ളൂ. അവര് കസേര ഇട്ടിരിക്കയോ കാറിനകത്ത് ഇരിക്കയോ ബസ് സ്റ്റാൻഡിൽ ഇരിക്കയോ അവര് സംസാരിച്ചോട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾ പോവരുത്. പിന്നെ നിങ്ങൾ എന്തോ പറഞ്ഞത്, നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അവർ തന്നതെന്ന്. നിങ്ങൾക്ക് എന്തിന്റെ കാര്യം? അപ്പൊ നിങ്ങളാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് കളിച്ചത്. നിങ്ങൾക്ക് എന്തിന്റെ കാര്യം? അമ്മയും മക്കളും തമ്മിലുള്ള ഈ ചെലവിന് കൊടുത്തതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇടാൻ നിങ്ങൾക്ക് സഹിച്ചില്ലേ? ആ രേണുസുതി, എന്റെ പൊന്നെ, ആ രേണുസുതിക്ക് ശരിക്കും പറഞ്ഞാൽ എവരൊക്കെയാണ് അവരെ കുഴിയിൽ ചാടിക്കുന്നത്? ആ രേണുസുതിക്ക് പോലും ഇത് ഇടണ്ടായിരിക്കും. നിങ്ങൾ പറയുന്ന രേണുസുതി അത്രയും വലിയ പുണ്യാലത്തിയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പോലും രേണുസുതി അത് തരില്ല. നിങ്ങളുടെ കൂട്ടുകാരി ശ്രീതു പറയുന്നു ശ്രീതു ചോദിച്ചിട്ടാണ് രേണുസുതി തന്നതെന്ന്. നിങ്ങൾ പറയുന്നു നിങ്ങൾ ചോദിച്ചിട്ടാണ്. ദാ ഇതിനും കടിപിടി ആരാണെന്നുള്ളത്. നിങ്ങൾ പറയുന്നു 7,000, 8,000, 10,000 ആയിക്കോട്ടെ, എന്താ അതെടുത്തിടാത്തെന്താ? എന്തിനാ ഈ കാണിക്ക വഞ്ചിയിലിട്ടതുപോലെ 100, 150, 200 ലേലം വിളി പോലെ ഇട്ടത്? പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഈ 1,000, 10,000 ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. അതിനെക്കാട്ടിയും വലിയൊരു കാര്യമാണ് എന്റെ പെണ്ണും പിള്ളേ അവരുടെ ജീവിതം ദാനമായിട്ട് ഈ കൊച്ചു കൊടുത്തത്. ആ സുധിച്ചേട്ടൻ എവന്റെ കൂടെയാ വന്ന് ചോദിച്ചത്. കിച്ചുവിന്റെ വീഡിയോ പോയി കാണും.
അല്ലാതെ ശിലായുഗത്തിൽ ആരെങ്കിലും ചെയ്ത വീഡിയോ കണ്ടിട്ട് കിച്ചുവിനെ അതിലാക്കി ആക്കാതെ നിങ്ങൾ പോയി കാണുമ്പോൾ കിച്ചു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്നോട് വന്ന് ചോദിച്ചു ഞാൻ കല്യാണം കഴിച്ചോട്ടെ. അപ്പോഴാ ഞാൻ പറഞ്ഞത്, അവൻ പറയുവാണ് അച്ഛൻ രണ്ടമ്മമാരും നമ്മളെ ജീവിതത്തിൽ സന്തോഷം തന്നില്ല, അച്ഛൻ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലോ നിങ്ങളെ രേണുക്കുണി എങ്ങനെ ജീവിക്കുമായിരുന്നു. നിങ്ങളെ രേണു പോലും പറഞ്ഞിട്ടുണ്ട് സുധിച്ചേട്ടനോടുള്ള ആരാധന മൂത്താണ് കല്യാണം കഴിച്ചത്. സുധിച്ചേട്ടൻ ജഗദീഷേട്ടന്റെ സൗണ്ട് ചെയ്യും. അപ്പൊ എനിക്ക് ജഗദീഷേട്ടൻ ഇഷ്ടമാണ്. സുധിച്ചേട്ടന്റെ ഒരു ഫ്രണ്ടിനെ എനിക്കറിയാം. ആ ഫ്രണ്ട് വഴി നമ്പർ വാങ്ങിച്ച് ജസ്റ്റ് വിളിച്ചു, പരിചയപ്പെട്ടു, ഈ കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു എന്ന്. അല്ലാതെ നിങ്ങളെ സുധിച്ചേട്ടനും ഈ കിച്ചുവും കൂടെ രേണുവിന്റെ വീട്ടിൽ ചെന്നിരുന്ന് എന്നെ ഒന്ന് കെട്ടണേ, എന്റെ കൊച്ചിനെ ഒന്ന് ഏറ്റെടുക്കണേ, നിങ്ങൾ മാത്രമേ എനിക്ക് ഈ ലോകത്തുള്ളേ എന്നും പറഞ്ഞ് പോയതല്ല. പക്ഷെ നിങ്ങളുടെ രേണു സുധി അങ്ങനെ പോയി കെട്ടിയതാണ്. അതുകൊണ്ട് അവക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും. ഈ കൊച്ചിനെയും കൂടെ നോക്കിക്കൊള്ളാന്നുള്ള വ്യാജേനയാണ് കല്യാണം കഴിച്ചത്. അല്ലാതെ കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് കിച്ചു അപ്പുറത്തോട്ടിരി ഞാനും എന്റെ ചേട്ടനും കൂടെ ജീവിക്കട്ടെന്നും പറഞ്ഞല്ല. എന്റെ പൊന്ന് ചേച്ചി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കേ കേട്ടാ. ഞാൻ വീണ്ടും പറയാണ്, വീഡിയോ ഇടുന്നതിന് മുമ്പ് പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ വീട്ടിന്റെ ഉള്ളിലോ ആരെങ്കിലും ബുദ്ധിപരമായിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിക്കേ. പിന്നെ ഇവര് പറഞ്ഞു തുടങ്ങുമ്പോ ബലൂൺ പെരുക്കും പോലെ തോന്നും, ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ ശരിയാക്കും പൊളിച്ചെടുക്കും. സംസാരിച്ച് തുടങ്ങുമ്പോ ബലൂണിന്റെ കാറ്റ് പോകും കണക്ക് ഷീന്നും പറഞ്ഞു പോകും. നിങ്ങൾ രേണുസുധിയെ എതിർത്ത് വീഡിയോ ഇട്ട സമയം ഉണ്ടായിരുന്നു. 1-2 വീഡിയോ നിങ്ങൾ ഇട്ടു. അതിൽ നിങ്ങൾ ഉള്ളീന്ന് വന്ന് പറഞ്ഞതുപോലെ തോന്നി. പക്ഷെ നിങ്ങൾ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നാച്ചുറൽ ആയിട്ടാണ് പറയുന്നെങ്കിൽ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോ ഈ അടിമത്വമൊക്കെ സ്വീകരിക്കുമ്പോൾ നമുക്ക് അവരെ തൃപ്തിപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ. എന്തായാലും ആ കുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിക്കാതിരിക്കുക. ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇനി അവന്റെ ജീവിതത്തിൽ അങ്ങനത്തെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് വെച്ച് ചർച്ച ചെയ്യുമല്ലോ. സമാധാനമായിട്ട് അവിടെ ഇരിക്കൂ. ഇനി എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്, മോനെ, ഓലപ്പാമ്പുകളെ കണ്ട് പേടിക്കരുത്. എവരെക്കാട്ടിയും വിവരവും നിനക്ക് കുറച്ച് കോമൺ സെൻസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിന്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷൻ വന്നാൽ നിനക്ക് തന്നെ അറിയാം, നിന്നെ ചേർത്ത് പിടിച്ച സോഷ്യൽ മീഡിയ നിന്നെ എടുത്തിട്ട് അലക്കും എവര് പറയും പോലെ. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടായിരിക്കാം നീ പറഞ്ഞത്. അങ്ങനെ ഒരു കേസ് നിനക്കില്ല. അത് വ്യാജമാണെങ്കിൽ നിന്നെ എല്ലാരും ചേർത്ത് പിടിക്കാൻ കാണും. ഇനി നീ ഇവരൊക്കെ പറയുന്നത് കേട്ട് എന്റെ അനിയനെ കാണാൻ പറ്റില്ലേ, ഇവരും പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്റെ പേരിൽ അങ്ങനെ കേസ് വരുമോ എന്ന് പേടിച്ച് നീ നിന്റെ പഴയ ജീവിതത്തിലേക്ക് നീ പോവരുത്. അതിനെയാണ് നീ സമാധാനം കണ്ടെത്തി, ലഹരിയിൽ സമാധാനം കണ്ടെത്തി നീ പോകരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയും പോലെ നീ പഠിക്കുക, നിന്റെ വളരെയധികം കഴിവുള്ള ആ പാട്ടുമായിട്ട് നീ മുന്നോട്ട് പോവുക. ഇവരാരെന്ത് പറഞ്ഞാലും നീ മൈൻഡ് ചെയ്യാതിരിക്കുക. നിന്റെ അനിയനെ നിനക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നീ അധികൃതരുമായി തീരുമാനിക്കുകയോ നിയമപരമായി പോവുകയോ കാണുക. എനിക്ക് തോന്നുന്നില്ല രേണുസുധി അത്രയ്ക്കും അനിയനെയൊക്കെ കാണിക്കാതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് കിച്ചുവിനും കിച്ചുവിന്റെ അനിയനെയും. ആ അനിയനെ നീ ചേർത്ത് പിടിക്കുക. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്റെ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം കേട്ടോ. കമന്റ് ബോക്സിൽ വന്ന് എന്തായാലും അഭിപ്രായം പറയണം. ഞാൻ പറയാണ്, കിച്ചുവിനെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇവരൊക്കെ പറയുന്നുണ്ട് കിച്ചുവിന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടെന്ന്. കിച്ചുവിനെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാണുമെന്ന് എനിക്കറിയില്ല, എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ശരി.